ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വള്ളിക്കര സ്വദേശിയായ ജോബിനാണ് ഇന്നലെ വൈകിട്ട് ഒഴുക്കിൽപ്പെട്ടത്. മൂവാറ്റുപുഴ ആറിൽ ഒഴുകി വന്ന മൃതദേഹം നാട്ടുകാരാണ് കണ്ടെത്തി കരയ്ക്കെത്തിച്ചത്. സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്നേഹ, ഇതെപ്പോഴാണ് ജോബിന് ഈ അപകടത്തിൽപ്പെട്ടത്? എങ്ങനെയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്? സന്ധ്യ, ഇന്നലെ അതായത് ഞായറാഴ്ച വൈകിട്ട് 7 മണിയോട് കൂടി തന്നെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. വള്ളിക്കര സ്വദേശിയായ ജോബിൻ ജോസഫ്, ഇയാൾക്ക് 38 വയസ്സാണ്. ഇയാൾ പറമ്പിന് സമീപത്ത് കെട്ടിയിട്ടിരുന്ന പശുവിനെ അയക്കാൻ വേണ്ടിയായിരുന്നു രാത്രി അവിടെ എത്തിയിരുന്നത്. ഈ സമയം പ്രതികൂല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കാൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. ഈ പുഴയിലേക്ക് വീണ സമയം ജോബിൻ വലിയ രീതിയിൽ ഒച്ച വെച്ചിരുന്നു. ഇത് കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ജോബിൻ ഒഴുക്കിൽപ്പെട്ട വിവരമറിഞ്ഞത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജോബിനായുള്ള തെരച്ചിൽ ആരംഭിച്ചിരുന്നു. പക്ഷേ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. തെരച്ചിലിന് വെല്ലുവിളിയായി പ്രധാനമായും കാലാവസ്ഥ ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. അതേ തുടർന്ന് അവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു. ഫയർഫോഴ്സ് രാത്രി 9 മണി വരെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ജോബിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. രാത്രി ഏറെ വൈകിയതിനായാലും അതുപോലെ തന്നെ കാലാവസ്ഥ മോശമായതായാലും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോടുകൂടി തന്നെ മൂവാറ്റുപുഴ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ കോതമംഗലം സ്കൂബ ടീമും തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ജോബിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്ന് വൈകിട്ട് ഏകദേശം 5:30 പിറവം പാഴൂർ അമ്പലത്തിന് സമീപത്തെ കടലിൽ നിന്ന് ഈ ജോബിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശരി സ്നേഹ.